നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ അവിടെ വേദിയിലെത്തിയതിനെ പരാമർശിച്ചുകൊണ്ട് നേരത്തെ വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടതേ കുഴപ്പമോട് കുഴപ്പം. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നിരുന്നു, മുദ്രാവാക്യം വിളിച്ചു, അത് അല്പത്തരമാണ്, ആ വേദിയിൽ കയറിയിരിക്കുന്നു, ഞങ്ങളെല്ലാം ഇവിടെ പുറത്തുനിന്ന് കരയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുന്നു, ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ആകെ കൂടി വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഏതായാലും അല്പത്തരം എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിച്ചത് നന്നായി. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്പത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ അമ്മായിയപ്പനായ പിണറായി വിജയനാണ് നമുക്ക് ഏവർക്കും അറിയാം. ടൈംസ് സ്ക്വയറിൽ പോയി അവിടെ കസേരയിട്ട് സ്വയം പരിപാടിയിൽ പങ്കെടുത്തതും, അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഭാര്യയും പേരക്കുട്ടിയും അടക്കം ചുമന്നുകൊണ്ടു പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഏത് ഔദ്യോഗിക പരിപാടിയിൽ പോയാലും ഭാര്യയും മക്കളെയും ഒക്കെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തുക, ആ ഔദ്യോഗിക പരിപാടിയിൽ നടക്കുന്ന ഔദ്യോഗികമായ മീറ്റിങ്ങുകളിൽ പോലും പങ്കെടുക്കുക, ഇതൊക്കെ അല്പത്തരമായി കാണിക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ അമ്മായിയപ്പനാണ്. ഇനി മുഹമ്മദ് റിയാസിനും അല്പത്തരത്തിന് കുറവൊന്നുമില്ല. മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിക്കാർക്കും അല്പത്തരത്തിന് കുറവുള്ളവരല്ല. രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിലേക്ക് എത്തിയത് രാജീവ് ചന്ദ്രശേഖറിനെ ക്ഷണിച്ചിട്ട് തന്നെയാണ്. ഏതായാലും നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ പദ്ധതിയുടെ എല്ലാ ക്രെഡിറ്റും അല്ലെങ്കിൽ എല്ലാ പണവും മുടക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരുമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായി പ്രധാനമന്ത്രി വന്നത്? ഏതായാലും ഇത്രയുമൊക്കെ കരഞ്ഞുകൂവി അലറി വിളിക്കുന്ന സ്ഥിതിക്ക്, ഇത്രയുമൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിന് മാത്രമേ ഇതിൽ ഉത്തരവാദിത്വമുള്ളൂ എങ്കിൽ തീർച്ചയായും സ്വയം അങ്ങ് ഉദ്ഘാടനം ചെയ്യുകയുള്ളൂ. ഇനി പോട്ടെ, അതൊക്കെ എവിടെ നിൽക്കട്ടെ. മുഹമ്മദ് റിയാസിൻ്റെ അല്പത്തരത്തെക്കുറിച്ച് പറഞ്ഞാൽ, ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് മുണ്ട് മടക്കി കുത്തി സ്വയം നടന്നുപോയി വീഡിയോ എടുത്തത് അല്പത്തരമല്ലേ മുഹമ്മദ് റിയാസെ? ദേശീയപാത അതിൻ്റെ ചിലവ് ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്? അപ്പോൾ അന്ന് മുഹമ്മദ് റിയാസിൻ്റെ അല്പത്തരം മുഹമ്മദ് റിയാസിന് മനസ്സിലാകാതെ പോയതാണോ? അതോ അല്പത്തരം എന്ന വാക്കിൻ്റെ അർത്ഥം മുഹമ്മദ് റിയാസിന് മനസ്സിലാകാതായതാണോ? ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഇനി നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് മുളുപ്പും മാനവും ഒന്നുമില്ല. ഇനി ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കയറിയിരുന്നതാണ് പ്രശ്നമെങ്കിൽ മറ്റൊരു കാര്യം പറയാം. രാജീവ് ചന്ദ്രശേഖർ വിളിച്ചിടത്താണ് പോയത്. നേരത്തെ മെട്രോയുടെ ഉദ്ഘാടനത്തിനും ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചിലരെ ആക്ഷേപിക്കാനായി ചില വാക്കുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അവലോകന യോഗത്തിൽ വീണയടിയും കമലയടിയും ഒക്കെ ഉണ്ടായി എന്നുള്ള കാര്യവും നമുക്ക് അറിയുന്ന കാര്യമാണ്. വീണയടിയിലും കമലയടിയിലും ഒന്നും കാണാത്തത് നിങ്ങൾ പലപ്പോഴും മറ്റു പലതിലും കാണുകയും ചെയ്യും റിയാസെ. അവിടെയാണ് റിയാസിന്റെ പ്രശ്നം. ഇനി പോട്ടെ, ആരും വിളിക്കാത്ത ഒരു യോഗത്തിലേക്ക്, അതും ഒരു ഉദ്യോഗസ്ഥന് യാത്രയപ്പ് നൽകുന്ന യോഗത്തിലേക്ക് ചാടിക്കയറി ഓടിച്ചെന്ന് ഒരാളുടെ തലയെടുത്ത കഥ മുഹമ്മദ് റിയാസിന് അറിയാൻ കഴിയുമോ? അയാളുടെ ഉയിരും ജീവനും എടുത്ത് നിങ്ങളുടെ സഖാത്തി മടങ്ങിപ്പോയപ്പോൾ എവിടെയായിരുന്നു മുഹമ്മദ് റിയാസെ? നിങ്ങൾ ഔചിത്യബോധമില്ലാതെ അല്പത്തരം കാണിച്ച് കടന്നു ചെന്ന് അവിടെ ആള് കളിച്ചു മടങ്ങിയ സഖാത്തി നിങ്ങളുടെയൊക്കെ കൂട്ടുകാരിയായിരുന്നില്ലേ? അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അല്പത്തരത്തെക്കുറിച്ച് അറിയാതെ പോയത്, ഈ അല്പത്തരത്തെ കാണാതെ പോയത്? ഏതായാലും മുഹമ്മദ് റിയാസിന് ട്രോളോട് ട്രോളാണ്. മുഹമ്മദ് റിയാസ് വിചാരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ ഇല്ലാതാക്കാമെന്നാണ്. രാജീവ് ചന്ദ്രശേഖർ ഇതിനൊന്നും മറുപടി പറയാൻ വരില്ല മുഹമ്മദ് റിയാസെ. നിങ്ങളുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും റേഞ്ച് വേറെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ അമ്മാവൻ്റെ കെയർ ഓഫിൽ, അമ്മായിയപ്പൻ്റെ കെയർ ഓഫിൽ രാഷ്ട്രീയക്കാരനായ ആളല്ല. അയാൾ രാഷ്ട്രീയക്കാരനായത് സ്വയം വളർന്നു വന്നതാണ്. യാതൊരു മുൻഗണനാക്രമത്തിലും പെടാത്ത തങ്ങൾ എങ്ങനെയാണ് മന്ത്രി കസേരയിലേക്ക് എത്തിച്ചേർന്നത്? അതും ഇതുപോലെ ഒരു അല്പത്തരത്തിലുള്ള യാത്രയായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മരുമകളെ കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അർഹതപ്പെട്ട് കിട്ടിയതല്ലേ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടിയത് കൊണ്ട് മാത്രം ലഭ്യമായതല്ലേ നിങ്ങളുടെ മന്ത്രി കസേര? അപ്പോൾ നിങ്ങൾ അല്പനാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു കാലത്തും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു കാലത്തും ലഭ്യമാകാൻ സാധ്യമാകാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത് അത്തരത്തിലുള്ള ഒരു ഇടവഴിയിലൂടെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇടപെടലുകളിലൂടെയാണ്.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും. വേദിയിൽ തൻ്റെ ഭാര്യയെയോ അല്ലെങ്കിൽ ഭാര്യയുടെ മകനെയോ അമ്മായിയമ്മയോ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇത് ഭാരതത്തിലെ ഇന്ന് ഭരണം കൈയാളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തെ പ്രതിനിധിയാണ്, സംസ്ഥാന പ്രസിഡന്റാണ്, സംസ്ഥാന അധ്യക്ഷനാണ്. തീർച്ചയായും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ, മെട്രോ അടക്കമുള്ള പദ്ധതികൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാർ അവിടെ ഉണ്ടാവുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട മര്യാദയുമാണ്. അത് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതുമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. മുഖ്യമന്ത്രിയുടെ മരുമകന്റെ എക്സ്ട്രാ ലോജിക് ആണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. അപ്പോൾ എക്സാലോജിക്കുകാരിയുടെ ഭർത്താവിൻ്റെ എക്സ്ട്രാ ലോജിക്കിനപ്പുറത്തേക്ക് ഒരു ലോജിക്കിലേക്കും നിങ്ങൾക്ക് എത്താനും കഴിയില്ല. അതുകൊണ്ടാണ് അല്പത്തരം എന്ന വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ കരഞ്ഞുകൂവിയത്. ഏതായാലും ഈ എക്സ്ട്രാ ലോജിക്കും എക്സാലോജിക്കും ഒക്കെ മാറ്റി അല്പം ലോജിക്കോടുകൂടി ഇനി മുതൽ മുഹമ്മദ് റിയാസ് ചിന്തിച്ചു തുടങ്ങണം.